സലിം, ഈ സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സിനിമകളുമായി ബന്ധപ്പെട്ട് കൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ വിമർശനം. അതായത് ഈ വാണിജ്യ സിനിമകൾ ഉണ്ടാകുന്നു സർക്കാർ നൽകുന്ന പണം കൊണ്ട് എന്നാണോ അദ്ദേഹം പറയുന്നത് സലീം? അതെ, അതായത് അദ്ദേഹം പറയുന്നത് ഈ സിനിമ സർക്കാർ നൽകുന്ന സിനിമ വാണിജ്യ സിനിമകൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. അതേസമയം മാത്രമല്ല, ഈ സിനിമ നിർമ്മിക്കാനായി ഒരു പ്രത്യേക പരിശീലനം തന്നെ നൽകണം എന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ മലയാള സിനിമയിൽ നിന്നും ചില സ്ത്രീപക്ഷ സിനിമകൾ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നിർമ്മിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ മികച്ച നിലവാരം പുലർത്തുന്ന സിനിമകളായിരുന്നു അവ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതിനിടയിലാണ് അത്തരത്തിലുള്ള സിനിമകൾ സർക്കാർ തന്നെ നൽകുന്ന പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സിനിമകൾക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ സർക്കാരിന്റെ തന്നെ വേദിയിൽ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വേദിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. കാരണം ഈ കോൺക്ലേവിന്റെ സമാപന വേദിയായിരുന്നു. അതിനിടയിലാണ് ഈ പരാമർശം നടത്തിയ ഉടൻ ആ വേദിയിൽ സദസ്സിൽ നിന്നും ഒരു ചോദ്യം ഉയരുകയും ചെയ്തത്. സർക്കാർ നൽകുന്ന സിനിമ ഫണ്ട് അത് ഏതെങ്കിലും നിലയിൽ ഉപയോഗിക്കേണ്ടത്, അത് ഏത് നിലയിലാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനിക്കേണ്ടത് അടൂർ ഗോപാലകൃഷ്ണൻ അല്ല എന്നൊരു വലിയ വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, മറ്റ് ചില വിവാദ പരാമർശങ്ങളും ഈ പ്രസംഗത്തിലുടനീളം അദ്ദേഹം നടത്തുന്ന സാഹചര്യമുണ്ടായത് IFFK ചൊല്ലിയാണെങ്കിലും ആ നിലയിൽ ഒരു വിവാദ പരാമർശം, അതായത് IFFK ഫിലിം ഫെസ്റ്റിവലിലെ ഫീസ് ഉയർത്തണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഒരു മേളയിലെ ഫീസ് തുക ഉയർത്തണം എന്നൊരു ആവശ്യം പൊതുവേദിയിൽ പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും. നിർബന്ധമായും കാണണമെന്നുള്ള ആളുകൾ മാത്രം ഫിലിം ഫെസ്റ്റിവലിൽ വന്നാൽ മതി എന്നുള്ളത് ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഒപ്പം തന്നെ ആ സർക്കാർ വേദിയിൽ സർക്കാരിനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഉള്ളൊഴുക്ക് സിനിമയെ അവാർഡിന് തഴഞ്ഞതിൽ വിമർശനമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. താൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് സർക്കാരിനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. കോൺക്ലേവ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ താൻ നൽകിയ റിപ്പോർട്ട് കൂടി ഇപ്പോൾ പരിഗണിക്കണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയും ചെയ്ത നിലയാണ് നിലവിലുണ്ടായത്. അതിന് തൊട്ടു പിറകെയാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സംസാരിച്ചു കഴിഞ്ഞു. ശ്രീകുമാരൻ തമ്പി പ്രസംഗം തുടങ്ങുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് തുടങ്ങുകയും ചെയ്തു. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് സിനിമ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ തുക നൽകാവൂ എന്നുള്ളതാണ് അടൂർ ഗോപാലകൃഷ്ണൻ വിമർശനമായി ഉയർത്തിയത്. പക്ഷെ അതിന് മറുപടിയായി പറഞ്ഞത് താൻ സിനിമ പഠിച്ചത് സിനിമ നിർമ്മിച്ചാണ് എന്നുള്ളതാണ്. സിനിമ പഠിക്കാൻ ഏതെങ്കിലും നിലയിൽ ആദ്യമേ കോഴ്സിന് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പാട്ട് എഴുതിയ പണവും സംവിധാനം ചെയ്ത പണവും സിനിമയ്ക്ക് നൽകി എന്നുള്ളതുമാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. വേദിയിൽ ഇപ്പോഴും ഈ സമാപന സമ്മേളനം തുടരുകയാണ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇനിയും പ്രസംഗിക്കാനുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിലുള്ള മറുപടി ഉൾപ്പെടെ വേദിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമേഷ്, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ കോൺക്ലേവ് വേദിയിൽ നടത്തിയ പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. അദ്ദേഹം സിനിമ നിർമ്മാണത്തിന് സർക്കാർ നൽകുന്ന ധനസഹായവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായിരിക്കുന്നത്. സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സിനിമ നൽകുന്നതിന് വേണ്ടി സർക്കാർ ഫണ്ട് നൽകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഫണ്ട് നൽകുമ്പോൾ അക്കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേക ട്രെയിനിങ് ഉൾപ്പെടെ ഈ വിഭാഗങ്ങൾക്ക് നൽകണം എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്.